ഫ്രണ്ട്സ്, ഞാൻ എങ്ങനെയാണ് പരിപ്പ് വട ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ രീതി അതാണ് ഞാൻ കാണിക്കുന്നത്. അതിനു വേണ്ടി 1/2 കിലോ വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ 3.5 മണിക്കൂർ കുതിർത്തിട്ട് വാലാൻ വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വാലാൻ വെച്ച് അത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നല്ലവണ്ണം അരക്കില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ച് അതിന് ചെറിയ കഷ്ണങ്ങൾ വേണം. എന്നാലേ പരിപ്പ് വട കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ചേർക്കുമ്പോൾ നമുക്കിനി കാണാം. അങ്ങനെ വടപ്പരിപ്പ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ചെന്ന് പറഞ്ഞാൽ തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. നന്നായിട്ട് മഷി പോലെ അല്ല അരച്ചിരിക്കുന്നത്. അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ: 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് 1 ടീസ്പൂൺ. കായപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ മുളക്, വറ്റൽ മുളക് ചതച്ചത്, അതും ഇങ്ങനെ 1 ടീസ്പൂൺ തന്നെയാണ്. പെരുംജീരകം ഒന്ന് ചതച്ചിട്ടാണ് ഞാൻ എടുത്തത്, ചതച്ചത് 1 ടീസ്പൂൺ. കുരുമുളക് ചതച്ചത് 1 ടീസ്പൂൺ. പച്ചമുളക് 1 നുറുക്കിയത്. കറിവേപ്പില 2 തണ്ട്, 2 എടുത്തത്, 2 തണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം നുറുക്കിയെടുത്തതാണ്. ചെറിയ ഉള്ളി 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 5 ചെറിയ ഉള്ളി നുറുക്കിയതാണ്. പിന്നെ സോൾട്ട് ഞാൻ ഇതിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ വടയുടെ മാവ് അരച്ച് റെഡിയാക്കി വെച്ചിരുന്ന മാവുണ്ടല്ലോ, അതിന് ഓരോ വടയ്ക്കും ആവശ്യമുള്ളത് ഞാൻ ഉരുളകളാക്കി ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഉരുളകളാക്കി വച്ചിട്ട് ആണ് ഞാൻ അതിനെ തട്ടി എണ്ണയിലിട്ട് മൂപ്പിക്കുന്നത്. അങ്ങനെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ബോളായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, എടുത്തിട്ട് ഇങ്ങനെ നല്ല ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലിടാം. ഇങ്ങനെ എല്ലാം നമുക്ക് എണ്ണയിലിടാം. ഈ ഒരു സീക്രട്ട് പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്ന. ഇങ്ങനെ വട ചുടും, വട എന്ന് മാത്രമല്ല, ഏത് സാധനം, ഇപ്പൊ ഉണ്ണിയപ്പമായാലും നെയ്യപ്പമായാലും ഏത് സാധനം നമ്മൾ ചെയ്യുമ്പോഴും ഏത് എണ്ണയിലാണോ നമ്മൾ ചെയ്യുന്നത് ആ എണ്ണ 1 സ്പൂൺ ആ മാവിൽ ചേർത്താൽ, അതേ എണ്ണ ആയിരിക്കണം, വേറെ എണ്ണ ചേർക്കരുത്. ചേർത്താൽ ഈ സ്നാക്സ് ഒക്കെ എണ്ണ വലിച്ച് എടുക്കുന്നത് ഒന്ന് കുറയും. അതൊരു നല്ലൊരു ടിപ്പാണ്, എൻ്റെ അനുഭവം അതാണ്. അങ്ങനെ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കോരിയെടുക്കാം അല്ലേ. ഈ പരിപ്പ് വട തന്നെ നമുക്ക് 3-4 തരത്തിൽ ചെയ്യാം. ഞാൻ ഇത് വറ്റൽമുളക് പൊടിയും വറ്റൽമുളകും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. വെറുതെ പച്ചമുളക് മാത്രം ഇട്ടും വേറെ ഉള്ളി അങ്ങനെയൊക്കെ ഉള്ളത് മാത്രം, വറ്റൽമുളക് ഉപയോഗിക്കാതെ ചെയ്യാം. പിന്നെ രസവട ഉണ്ടാക്കാം, ചീരവട ഉണ്ടാക്കാം. അതൊക്കെ ഞാൻ ക്രമേണ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വട ചുട്ട് കഴിഞ്ഞു. ഒരു പ്ലേറ്റ് ഫുള്ളുണ്ടായിരുന്നു. കുട്ടികളെല്ലാം എടുത്തുകൊണ്ട് ഓടി, അവരങ്ങ് മേളിൽ പോയി. അപ്പൊ ബാക്കി കിട്ടിയതിനെ ഞാൻ കാണിക്കുകയാണ്. വട കഴിഞ്ഞു. അപ്പൊ നമ്മൾ തിരുവനന്തപുരംകാർ ഇങ്ങനെയാണല്ലോ വട കഴിക്കുന്നത്: വടയും പഴവും കട്ടൻ ചായയും. ഇതാണല്ലോ നമ്മളുടെ കോമ്പിനേഷൻ. ഈ പഴമേ ഇവിടെ ഉള്ളൂ. നമ്മൾ അവിടെ കഴിക്കുന്നത് പാളയംകോടൻ പഴമായിരിക്കും അല്ലേ ഈ വടയുടെ കൂടെ. ഈ കോമ്പിനേഷൻ ഇഷ്ടമായോ? ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ബൈ.